പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീഷിനെതിരായ വിജിലൻസിന്റെ CBI അന്വേഷണ ശുപാർശയെ ഒറ്റക്കെട്ടായി എതിർക്കുന്ന കോൺഗ്രസ് നേതാക്കളെയാണ് നമ്മൾ ഇന്ന് കണ്ടത്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ചെപ്പടി വിദ്യ എന്നാണ് KC വേണുഗോപാൽ വിമർശിച്ചത്. ഓലപ്പടക്കമെന്നായിരുന്നു രമേശ് ചെന്നിത്തലയുടെ പരിഹാസം. വിവാദങ്ങളിൽ നിന്ന് ജനശ്രദ്ധ തിരിക്കാനുള്ള ശ്രമമെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും പറഞ്ഞു. ഇതെല്ലാം തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കാണിക്കുന്ന ഒരു ചെപ്പടി വിദ്യകളല്ലേ, ഇതെല്ലാം ജനം മനസ്സിലാക്കൂലേ, അത്രേ ഉള്ളൂ. അതൊരു ഓലപ്പാമ്പാണ്. ഓലപ്പാമ്പ് കണ്ടിട്ട് കോൺഗ്രസോ UDF ഭയപ്പെടില്ല. വിജിലൻസിന് ഒരു കണ്ടെത്തലും നടത്താൻ കഴിഞ്ഞിട്ടില്ല. ഒരു തെറ്റും പ്രതിപക്ഷ നേതാവ് MLA എന്നതിൽ ചെയ്തിട്ടില്ല. ഇത് വെറും ഒരു ഓലപ്പടക്കമാണ്. ഇതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. വിജിലൻസ് ശുപാർശ ചെയ്ത് അവിടെ CBI എടുക്കാനിരിക്കുകയാണ്. ഒന്നത് ഇനി എടുത്താൽ തന്നെ എന്തുണ്ടാവാൻ, ഒന്നും ഉണ്ടാവാനില്ല. മാത്രവുമല്ല 5 വർഷമായിട്ട് ഈ കേസ് നിൽക്കുന്നുണ്ട്. ഇപ്പം തെരഞ്ഞെടുപ്പിൻ്റെ ലാസ്റ്റ് മൊമെന്റിലാണ് ഇത് കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണ്. PS രഞ്ജിത്താണ് ചേരുന്നത്. രഞ്ജിത്ത്, ഇന്നിപ്പോൾ വയനാട്ടിൽ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾക്ക് രൂപം നൽകാൻ കോൺഗ്രസിന്റെ ക്യാമ്പ് നടക്കുകയാണ്. കേരളത്തിലെ എല്ലാ മുതിർന്ന നേതാക്കളും അവിടെയുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ പെട്ടെന്ന് ഈ വാർത്തയും അതിന്റെ വിശദാംശങ്ങളും ഒക്കെ തന്നെ പുറത്തു വരുന്നത്. പക്ഷേ ഇത് തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തള്ളിക്കളയാനാകുമോ? ഏത് രീതിയിലാണ് കോൺഗ്രസ് ഇതിനെ നേരിടാൻ പോകുന്നത്? പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവിനെതിരായ വിജിലൻസിന്റെ കണ്ടെത്തലുകൾ, അതിൽ കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്ന ആവശ്യം, എങ്ങനെയാണ് കോൺഗ്രസ് ഇതിനെ നോക്കിക്കാണുന്നത്? വിനിത, UDF ഇപ്പോൾ വലിയ ആത്മവിശ്വാസത്തിലാണ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് UDFന് കിട്ടിയിട്ടുള്ള ആത്മവിശ്വാസം, നിയമസഭാ തെരഞ്ഞെടുപ്പിന് അവർ ഒരുങ്ങുന്നു. അതിനു വേണ്ടിയിട്ടുള്ള ഒരു വലിയ ക്യാമ്പ് ഇവിടെ നടക്കുന്നു. ഇതിനിടയിലാണ് ഇന്ന് രാവിലെ തന്നെ ഈ വി.ഡി. സതീഷിനുമായി ബന്ധപ്പെട്ട പുനർജനി കേസുമായി ബന്ധപ്പെട്ട CBI അന്വേഷണത്തിനുള്ള ശുപാർശ എന്ന വാർത്ത പുറത്തു വരുന്നത്. ഈ ഘട്ടത്തിൽ കോൺഗ്രസിലെ ഒരു നേതാവ് പോലും, അതായത് KC വേണുഗോപാൽ മുതൽ താഴെത്തട്ടിലുള്ള നേതാക്കന്മാർ വരെ ഒറ്റക്കെട്ടായി വി.ഡി. സതീഷിനൊപ്പം നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. മാത്രവുമല്ല, അവരതിൻ്റെ കൃത്യമായ രാഷ്ട്രീയം പറയുകയും ചെയ്തു. ഈ ഘട്ടത്തിൽ 6 മാസം മുമ്പ് വന്നൊരു ശുപാർശ അതിപ്പോൾ വാർത്തയായി പുറത്തു വരുന്നു. അതിലെ തീരുമാനം പോലുമല്ല പുറത്തു വരുന്നത്. മുഖ്യമന്ത്രി ഇതിലൊരു തീരുമാനമെടുത്ത് ആ തീരുമാനമാണ് പുറത്തു വരുന്നതെങ്കിൽ അതിൽ ഒരു പുതിയ വസ്തുതയുണ്ട്. പക്ഷേ ഇത് 6 മാസം മുമ്പ് വിജിലൻസ് ഒരു ശുപാർശ കൊടുക്കുന്നു. ആ ശുപാർശ ഇന്ന് ഒരു വാർത്തയായി പുറത്തു വരുന്നു. അതൊരു പ്ലാൻഡ് വാർത്തയാണ്. അതൊരു ഹെഡ്ലൈൻ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടതാണ്. ഇതുവരെ CPM-നെതിരെ വന്നുകൊണ്ടിരിക്കുന്ന ശബരിമല സ്വർണ്ണ കേസും അതുപോലെ ഇന്നലെ ആന്റണി രാജുവിനെതിരെ വന്ന കേസും ഉൾപ്പെടെ CPM-നെ പ്രതിക്കൂട്ടിലാക്കുന്ന എല്ലാ കേസുകൾക്കും മറുപടിയായി പ്രതിപക്ഷ നേതാവിൻ്റെ പേരിൽ ഒരു കേസ് ഇരിക്കട്ടെ എന്ന മട്ടിൽ കൊണ്ടുവന്നിരിക്കുന്ന ഒരു ഡ്രാമ, ഒരു നാടകം, ഒരു ഓലപ്പാമ്പ് അല്ലെങ്കിൽ ഓലപ്പടക്കം എന്നൊക്കെയാണ് വിവിധ നേതാക്കന്മാർ പ്രതികരിച്ചത്. KC വേണുഗോപാൽ ഒരു പരികൂടി കടന്ന് പറഞ്ഞു, ഇതിപ്പോൾ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട്, ഇപ്പോൾ CBI കേന്ദ്രം ഭരിക്കുന്നു BJP-യാണ്. BJP-യുമായി ബന്ധപ്പെട്ട് നരേന്ദ്രമോദിയെ പ്രീണിപ്പെടുത്തി അധികാരം നിലനിർത്താൻ വേണ്ടി പിണറായി വിജയന്റെ ഒരു ചെപ്പടി വിദ്യ എന്ന രീതിയിലാണ് KC വേണുഗോപാൽ പറഞ്ഞത്. ഒരു ഓലപ്പടക്കം എന്ന മട്ടിലാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത്. അതേസമയം ഈ നേതാക്കന്മാർ മുഴുവൻ പ്രതികരിച്ച ശേഷമാണ് വി.ഡി. സതീശൻ ഈ ക്യാമ്പിലേക്ക് എത്തിയത്. അദ്ദേഹം വളരെ പരിഹാസത്തോടുകൂടി ഞാൻ പേടിച്ചു പോയി എന്ന് പറഞ്ഞേക്ക് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്ന് മാത്രവുമല്ല, ഇത് CBI-ക്ക് വിടണം എന്നുള്ളത് അദ്ദേഹം പറയുന്നു. CBI-ക്ക് വിടാൻ ശുപാർശ ഉണ്ടെങ്കിൽ CBI-ക്ക് വിടട്ടെ, നിയമപരമായി നടക്കട്ടെ. കാരണം ഈ കേസ് നേരത്തെ തന്നെ അന്വേഷിച്ച് ഇതിലൊരു തരത്തിലുമുള്ള വസ്തുതയുമില്ല എന്ന് നേരത്തെ വിജിലൻസ് കണ്ടെത്തിയതാണ്. അതുകൊണ്ട് തന്നെ ഈ ഘട്ടത്തിൽ ഇങ്ങനൊരു വാർത്ത വരികയും ഇനി അത് CBI-ക്ക് വിട്ടാൽ പോലും ഒരു പ്രശ്നവുമില്ല എന്ന മറ്റുള്ളൊരു പ്രതികരണമാണ് വി.ഡി. സതീഷിന്റെ ഭാഗത്തുണ്ടായത്. ശരി, VS രഞ്ജിത്താണ് വയനാട്ടിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ മെനയാനുള്ള ക്യാമ്പിനിടെയാണ് ഇത്തരത്തിൽ വലിയ വാർത്ത വരികയും ചെയ്യുന്നത്. ഏതായാലും തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണ് സർക്കാരിൻ്റേത്, CPM-ന്റേത് എന്ന് പറഞ്ഞ് പ്രതിരോധിക്കുകയാണ് കോൺഗ്രസ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും വി.ഡി. സതീഷിന്റെ കുരുക്ക് മുറുകുകയാണോ, തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണോ, എന്താണ് ഇക്കാര്യത്തിൽ മറ്റു വിശദാംശങ്ങൾ നോക്കാം.